അങ്ങനെ മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും പുതിയ സിനിമ ഡൊമിനിക് ഇപ്പോൾ കുന്നുംകുളം ഭാവന സിനിമ തിയേറ്ററിൽ കണ്ടിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. സിനിമ ഒരു ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ക്ലൈമാക്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ സിമ്പിളായി വന്നിട്ടുള്ളൊരു സിനിമയാണ്, വലിയ പ്രമോഷനൊന്നും കൊടുക്കാതെ സിമ്പിളായിട്ട് ഇറക്കിയിട്ടുള്ള ഒരു സിനിമയാണ്. അതുപോലെ തന്നെയാണ് ആ സിനിമയുടെ സ്റ്റാർട്ടിങ്ങും അങ്ങനെ തന്നെയാണ് വന്നേക്കുന്നത്. ഒരു കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. പിന്നെ കൂടുതൽ ഇനിയിപ്പോൾ പറയുന്നില്ല, ചിലപ്പോൾ കഥയിലേക്ക് കിടക്കും. എന്തായാലും ഗോകുല് നല്ലൊരു മികച്ച കഥാപാത്രമായിട്ട് മമ്മൂക്കയ്ക്ക് ഒപ്പം തന്നെ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ഓരോ രസകരമായ ഒരുപാട് സംഭവങ്ങളുണ്ട് സിനിമയിൽ. അപ്പോൾ എന്തായാലും സിനിമ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കാണുക. എൻ്റെ പേഴ്സണലി ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നല്ലൊരു അഭിപ്രായമുണ്ട് ഈ ഒരു സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും വന്നിട്ട് തിയേറ്ററിൽ നിന്ന് വന്നിട്ട് ഈ സിനിമ കാണാം. ഡൊമിനിക് ഡൊമിനിക് എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ ട്രെയിലറിലൊക്കെ നമ്മൾ മമ്മൂട്ടിയെ കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ച് നെഗറ്റീവുകളൊക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവാം ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങാൻ പോകുന്നതിന് മുന്നേ. പക്ഷെ അതൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ഈ ഒരു സിനിമ ഇനിയുള്ള ദിവസങ്ങളിലേക്ക് എന്തായാലും നല്ല ഹിറ്റായിട്ട് വരും. ഫാമിലിയൊക്കെ ആയിട്ട് കാണാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സിനിമയാണ്. അധികം വയലൻസ് ഒന്നും ഉൾപ്പെടുത്താതെ തന്നെ നല്ലൊരു സ്റ്റോറി ഈ ഒരു സിനിമയിലുണ്ട്. 2023, 2024 ആ വർഷങ്ങളൊക്കെ മമ്മൂക്കയ്ക്ക് നല്ലൊരു ഭാഗ്യമായിട്ടുള്ളൊരു വർഷങ്ങളാണ്. കാരണം ഇറങ്ങിയിട്ടുള്ള എല്ലാ സിനിമകളും നല്ല ഹിറ്റ് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ആ ബ്രാൻഡിനോട് തന്നെ എല്ലാ പ്രേക്ഷകർക്കും ഒരു വിശ്വാസം വന്നിട്ടുണ്ട്. നല്ല സിനിമകളായിരിക്കും തിയേറ്ററുകളിലേക്കൊക്കെ ഇറക്കി വിടുക എന്നുള്ളത്. ആ ഒരു പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ട് തന്നെ 2005 തുടക്കത്തിൽ മമ്മൂക്കയുടെ ആദ്യത്തെ സിനിമ ഡൊമിനിക് തിയേറ്ററുകളിൽ വന്നിട്ടുള്ള ഈ ഒരു സിനിമ പ്രേക്ഷകർക്ക് നല്ല രീതിയിൽ ഇഷ്ടാവുന്ന രീതിയിൽ തന്നെയാണ് ഒരു പ്രത്യേക രീതിയിൽ ഗൗതം വാസുദേവ് മേനോൻ സംവിധാനത്തിൽ ഈ ഒരു സിനിമ ഇറക്കി വിട്ടിരിക്കുന്നത്. സിദ്ദിഖൊക്കെ കുറച്ച് സീനുകളാണെങ്കിലും സിദ്ദിഖൊക്കെ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഈ ഒരു സിനിമയ്ക്ക് 100-ൽ നമുക്ക് നല്ലൊരു മാർക്ക് ഈ ഒരു സിനിമയ്ക്ക് കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. പിന്നെ ഈ ഒരു സിനിമയ്ക്ക് ഇനി നെഗറ്റീവ് റിവ്യൂ പറയുന്നവരുണ്ടായിരിക്കാം, അതുപോലെ തന്നെ പോസിറ്റീവ് റിവ്യൂ പറയുന്നവരുണ്ടായിരിക്കാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് അഭിപ്രായം വരാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത എന്നുള്ളത് എൻ്റെ ഒരു വിശ്വാസത്തിലൂടെ ഞാൻ എൻ്റെ പ്രേക്ഷകരോട് ധൈര്യമായിട്ട് പറയുകയാണ്. നല്ലൊരു സിനിമ തന്നെയാണ് ഡൊമിനിക് എന്ന് പറയുന്ന മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ വീണ്ടും ഇറങ്ങിയിട്ടുള്ള ഡൊമിനിക് എന്ന് പറയുന്ന ഈ ഒരു സിനിമ.